വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് 2024 സെപ്റ്റംബർ 20 ഹെവൻ ഓഫ് ഇന്റിമസി ആൻഡ് മെർസിഫുൾ അറ്റ്മോസ്ഫിയർ എന്ന ഈ ഹിമ എന്ന സ്നേഹസൗധത്തിന്റെ അരികിലിരുന്ന് 1400 വർഷങ്ങൾക്കപ്പുറം മദീനയിലൂടെയും മക്കയിലൂടെയും ഒരു മഹാമനുഷ്യൻ അതിമനോഹരമായി ജീവിച്ചു തീർത്ത ജീവിതം വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാൻ എന്തായിരിക്കും കാരണം? മദീനയുടെ രാജകുമാരൻ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ ഈ ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എതിർപ്പുകളും അവഗണനയും ആക്രമണങ്ങളും തന്നെയും തൻ്റെ അനുചരന്മാരെയും നിരന്തരം വേട്ടയാടിയപ്പോഴും കല്ലും മുള്ളും നിറഞ്ഞ തൻ്റെ പാതകൾ അതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോവാതെ വിജയത്തിന്റെ വെന്നിക്കൊടി അക്ഷരാർത്ഥത്തിൽ പാറിപ്പിച്ചിട്ടുള്ള ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യൻ ജനസഞ്ചയത്തെയാണ് വിളിച്ചതെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് കറുത്ത വർഗക്കാർക്ക് വേണ്ടിയാണ് സംസാരിച്ചതെങ്കിൽ കാർൽ മാർക്സ് ഒരുമിച്ച് കൂട്ടിയത് തൊഴിലാളി വർഗത്തെയാണെങ്കിൽ പുണ്യ റസൂൽ യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെയായിരുന്നു ഈ ലോകരെ വിളിച്ചതും അവർക്ക് വേണ്ടിയാണ് സംസാരിച്ചതും. അത് മാനവരാശിയുടെ ഉന്നമനത്തിന് മാത്രമായിരുന്നില്ല, അതിനും അപ്പുറമായിരുന്നു. വിശന്നൊട്ടിയ ഒരു ഒട്ടകത്തെ ചൂണ്ടി അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ നീ ഇതിന് സർവശക്തനായ തമ്പുരാനോട് കണക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞു. ചന്ദ്രാദി നക്ഷത്രങ്ങൾ തുടങ്ങി സമുദ്രങ്ങളും മലകളും അരുവികളെയും കുറിച്ച് പുണ്യ റസൂൽ വാചാലനായി. ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളും പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെ കുറിച്ചും നമ്മുടെ പുണ്യ റസൂൽ വാചാലനായി. പാവപ്പെട്ട തൊഴിലാളിയുടെ നെറ്റിത്തടത്തിലെ വിയർപ്പു തുള്ളികൾ വറ്റുന്നതിന് മുമ്പേ അവന്റെ കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ചു. ഒരു അറബിയും അനർബിയും, ഒരു പാവപ്പെട്ടവനും പണമുള്ളവനും പണമില്ലാത്തവനും, കറുത്തവനും വെളുത്തവനും യാതൊരു വിധത്തിലുള്ള അന്തരവും ഇല്ല എന്ന് പഠിപ്പിക്കുകയും സമത്വത്തിന്റെ വലിയ ഉപദേശങ്ങളും അതുപോലെ തന്നെ ദർശനവും ഈ ലോകത്തിന് സമ്മാനിച്ചു. നമുക്കറിയാം, അഭിനവ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ഫ്രാൻസിൽ പോലും 19ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ കാത്തിരിക്കേണ്ടി വന്നു സ്ത്രീകൾക്ക് അനന്തര സ്വത്തവകാശം ലഭിക്കുവാൻ വേണ്ടി. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറേബ്യയിൽ ഇത് അവലംബിച്ചിരുന്നു. പുഞ്ചിരി പോലും ധർമ്മമാണെന്ന് പുണ്യ റസൂൽ നമ്മെ പഠിപ്പിച്ചു. ഒരു പുഞ്ചിരി ദാനധർമ്മമാണെന്ന് റസൂൽ പഠിപ്പിച്ചു. എന്താണ് ഒരു പുഞ്ചിരി കൊണ്ട് നേടാനാവുക? ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ പോലും രക്ഷിക്കാൻ ഒരു പുഞ്ചിരിക്ക് സാധ്യമായേക്കാം. എന്തെങ്കിലും വിഷമിച്ച് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനോട് സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് വലിയ ആശ്വാസമായിരിക്കും. ഇന്ന് ലോകത്തിലെ ഏത് വലിയ പ്രമുഖരെയും എടുത്തു നോക്കൂ. അവർ ഈ ലോകത്ത് കടന്നു വന്ന് ജീവിച്ചു പോയ ആ വേളയിൽ പുണ്യ റസൂൽ